ഹലോ അസ്സലാമു അലൈക്കും. നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള മീറ്റൊക്കെ നല്ല സോഫ്റ്റായിട്ടുള്ള അധികം മസാലൻ്റെ കുത്തലൊന്നും ഇല്ലാത്ത നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള മന്തീൻ്റെ റെസിപ്പി വേണം എന്നാൽ ഒന്നും നോക്കണ്ട, ഈ റെസിപ്പി നോക്കിയിട്ട് പെട്ടെന്ന് പോയി ഉണ്ടാക്കിക്കോളും. ഇത്രയും സിമ്പിളായിട്ട് ഇനി മന്തി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും സിമ്പിളാണ്. കൂടുതൽ പണിയൊന്നും എടുക്കാനാവില്ല. എന്നാൽ നല്ല ടേസ്റ്റിലൊരു മന്തി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഈ റെസിപ്പി ഫോളോ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. 1.5 കിലോ ചിക്കനായിട്ട് എടുത്തിട്ടുള്ളത്. ബിരിയാണി പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് മന്തി മസാല വേണം, ചിക്കൻ ക്യൂബ് വേണം, പിന്നെ കുറച്ച് കുരുമുളകും സൺഫ്ലവർ ഓയിലും മാത്രം നമുക്ക് മാരിനേഷൻ ആവശ്യമുള്ളൂ കേട്ടോ. ചിക്കന് കുത്തി കൊടുക്കേണ്ടവർക്ക് വേണമെങ്കിൽ കുത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം ഭയങ്കര വലിയ പീസല്ലല്ലോ, അതുകൊണ്ട് ഞാൻ കുത്തുന്നില്ല. കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് സൺഫ്ലവർ ഓയിലും അത്യാവശ്യം ചിക്കൻ കുക്കാവാനുള്ള ഓയിൽ ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ തിരുമ്മി മിക്സ് ചെയ്ത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. റെസ്റ്റ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ. ജസ്റ്റ് ഒന്ന് ചിക്കൻ്റെ 2 സൈഡും ഒന്ന് മൊരിയണ വരെ കുക്ക് ചെയ്താൽ മതി. ഹൈ ഫ്ലെയിം മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ തിരിച്ചും മറിച്ചൊക്കെ ഒന്നിട്ടിട്ട് അതിൻ്റെ ജസ്റ്റ് ആ പുറമെ ഒന്ന് മൊരിഞ്ഞത് വരെ മാത്രം കുക്ക് ചെയ്താൽ മതി. അതിനുശേഷം അതിൽ തെളിഞ്ഞ് വരുന്ന ഓയിലുണ്ട്, അത് നമ്മളൊന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ മാറ്റിയതിന് ശേഷം പിന്നെ ചിക്കൻ അടി പിടിക്കുന്ന ഒരു സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ചിക്കൻ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല, ഇത് തന്നെ ഉണ്ടാവും. പിന്നെ അതിന് ശേഷം ഞാൻ അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഗോൾഡൻ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, ചെറിയ ജീരകം, വലിയ ജീരകം, ഇത്രയും സാധനങ്ങൾ നമ്മൾ തിളപ്പിക്കണ വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പിടാൻ മറക്കരുത്. അപ്പോൾ അതായത് അരി ഒരു 1/4 വേവാവുന്ന സമയത്ത് നമുക്കിത് ഊറ്റിയിട്ട് നേരെ നമ്മളെ ചിക്കൻക്ക് ഇട്ട് കൊടുക്കാം. ഇത്ര പണിയുള്ളൂ കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഓയിലില്ലേ, അതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. കുറച്ച് പച്ചമുളകും കൂടെ കുത്തി കൊടുത്തിട്ട് ദമ്മിടുക. ഇത്രയേ ഉള്ളൂ. ഇതിലും സിമ്പിളായിട്ട് ഇനി മന്തി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. പിന്നെ നമ്മൾ റൈസ് മിക്സ് ചെയ്യണ സമയത്ത് ആ ചിക്കൻ ഒന്ന് മാറ്റിയിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ എന്താവും, നമ്മൾക്ക് ചിക്കൻ ഉടയാതെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കില്ലേ, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ. താങ്ക്